ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് കണ്ട് നമുക്ക് വളരെ മനസ്സിന് വലിയ വേവലാതിയാണ് ഉണ്ടാകുന്നത്. ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്, ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളാണ്, വിദേശങ്ങളിലൊക്കെ. അവിടെയൊക്കെ നമ്മൾ ഈ സീബ്ര ലൈൻ കാണുമ്പോൾ, അതായത് നമുക്ക് ഓർമ്മ വരുന്നത്, അവിടെ സീബ്ര ലൈൻ ഇല്ലാത്തിടത്ത് പോലും ഒരാളൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നിരിക്കട്ടെ, അങ്ങനെ അവിടെ നിൽക്കാറില്ല. നിന്നാൽ അവർ കാണുകയാണെങ്കിൽ ആ വണ്ടി നിർത്തി കൊടുക്കും. ഇവിടെ ഈ സംസ്ഥാനത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം ഇന്നേ വരെ സീബ്ര ലൈനിൽ വാഹനമിടിച്ച് മരണപ്പെട്ടവരെന്ന് പറയുന്നത് 218 പേരാണ്. ആലോചിച്ച് നോക്കിക്കോളൂ. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരാൾ പോലും കാണത്തില്ല അങ്ങനെ മരണപ്പെടുന്നവർ സീബ്ര ലൈനിൽ. സീബ്ര ലൈൻ കണ്ടു കഴിഞ്ഞാൽ, ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ സീബ്ര ലൈൻ കാണുമ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കും. എന്നിട്ട് ആരെങ്കിലും അവിടെ നിൽപ്പുണ്ട്, ക്രോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവിടെ നിർത്തി കൊടുക്കും. അത് നമ്മൾ ഒന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതായിട്ട് മനസ്സിലായാൽ പോലും അവിടെ അങ്ങ് നിർത്തും. പലയിടത്തും ഈ ലൈറ്റ് കാണത്തില്ല, ഈ ക്രോസിങ്ങിന് വേണ്ടിയുള്ള ലൈറ്റ്. അതായത് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ, നമുക്ക് ഇവിടുന്ന് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ ഇത് നമുക്ക് റെഡ് ലൈറ്റ് കഴിഞ്ഞാൽ നിൽക്കുന്ന അപ്പം നടക്കാൻ പാടില്ല. നമ്മൾ അന്നേരം വാഹനങ്ങൾ പോകേണ്ട സമയമാണ്. കാരണം ജംഗ്ഷനോടൊക്കെ അടുത്താണ്, ട്രാഫിക് പോയിന്റിനോടൊക്കെ അടുത്ത് വരുന്ന സ്ഥലത്ത് അങ്ങനെയാണ്, ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ അത് ഇതെല്ലാം കഴിഞ്ഞു. ഈ ട്രാഫിക് സിഗ്നൽ നമ്മൾ നടക്കാൻ നേരത്ത് അത് അങ്ങ് തീർന്നു, വൈറ്റ് കാണിക്കുമ്പോൾ, കൈപ്പത്തി കാണിക്കുമ്പോൾ നമുക്ക് നടക്കാം. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതങ്ങ് അവസാനം അത് യെല്ലോ ആയി അങ്ങ് റെഡ് ആയെന്നിരിക്കട്ടെ, ഒരു പ്രശ്നവും ഇല്ല, അവരാരും വണ്ടി എടുക്കത്തില്ല. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ, ഇവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ പാവങ്ങൾ എന്ത് ബുദ്ധിമുട്ടെന്നറിയാം ആളുകൾ. ഈ വാഹനം ഓടിക്കുന്നവന്മാരുടെ അഹങ്കാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവനെ വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവനാണ് വലുത്. ഈ റോഡിൽ നടക്കുന്നവന്മാരോടെല്ലാം പുച്ഛമാണ് അവന് വാഹനത്തിൽ. കാരണം നടന്നു പോകുന്നവരേ ഒന്നുമില്ല, അവർ പോകുന്ന തെണ്ടികളാന്നുള്ള ഒരു ധാരണയാണ്. മനുഷ്യരാണ് അവരെന്നുള്ള ഒരു ബോധം ഈ വണ്ടിയിലിരിക്കുന്നവന് വേണം. എൻ്റെ ഡ്രൈവറാണെങ്കിൽ പോലും ഞാൻ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ സീബ്ര ലൈൻ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ വണ്ടി നിർത്തി കൊടുക്കും, ഉറപ്പായിട്ട് നിർത്തിയിരിക്കും അത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം വേണം. അതിന് പകരം ഇവർ സീബ്ര ലൈൻ കണ്ടു കഴിഞ്ഞാൽ യവനൊക്കെ അങ്ങ് സ്പീഡ് കൂട്ടുക എന്ന് വെച്ചാൽ വിരട്ടി ആളുകൾ അത് ഇറങ്ങരുത്, ആ രീതിയാക്കും. പിന്നെ ഇതിനാ ഈ സീബ്ര ലൈൻ? ഈ സീബ്ര ലൈനിൽ കൂടെ നടക്കാൻ ഉള്ള അവകാശം ആളുകൾക്കുള്ളതാണ്. അത് കാൽനടക്കാരുടെ അവകാശമാണ് സീബ്ര ലൈനിലൂടെ നടക്കുക എന്നുള്ളത്. അവർ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെയും വണ്ടി ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. അതായത് ഇവിടെ വൃത്തികെട്ടവന്മാരെ സ്ഥലമായിട്ട് മാറുകയാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സീബ്ര ലൈനിൽ 218 പേര് ഈ വർഷം സീബ്ര ലൈനിൽ വാഹനം പിടിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ സീബ്ര ലൈനിൽ വെച്ച് വാഹനം ഇടിച്ച് ആരെങ്കിലും മരിച്ചാൽ അതിന് കൊലപാതകത്തിന് കേസെടുക്കേണ്ടതാണ്, മർഡർ. അല്ലാതെ വെറും കൾപ്പബിൾ ഹോമിസൈഡ് അല്ല, നരഹത്യ മാത്രമല്ല, കൊലപാതകമാകുന്ന നരഹത്യയാണത്, കുറ്റകരമായ നരഹത്യ കൊലപാതകമാകുന്ന സ്റ്റേജാണത്. കൊലപാതകത്തിന് കേസെടുക്കണം, കാര്യം കൊലക്കുറ്റമാണ് ആ ചെയ്തേക്കുന്നത്. സീബ്ര ലൈനിലെ ആളുകൾക്ക്, കാൽനടക്കാർക്ക് ഉള്ള അവകാശമാണ് സീബ്ര ലൈനിലൂടെ സഞ്ചരിക്കുക, റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളത്. അത് മുറിച്ച് കിടക്കുമ്പോൾ അത് ആ സീബ്ര ലൈനിൽ വെച്ച് ആരെങ്കിലും വണ്ടി ഇടിച്ചാൽ, അതിന് ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ അത് കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം. അതാ വേണ്ടത്, അത് കൊലക്കുറ്റമാണ്. പക്ഷേ അങ്ങനെ 218 കൊലക്കേസുകൾ ഉണ്ടായിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ. അതാണ് എന്തിനാ പിന്നെ ഈ പോലീസും ഒക്കെ? ഇവർക്കൊക്കെ ഈ മന്ത്രി പുങ്കവന്മാർക്ക് അകമ്പടി സേവിക്കാനാണോ ഇവരുള്ളത്? അതോ ഈ സമരക്കാരുടെ മുകളിൽ, പ്രതിഷേധക്കാരുടെ മുകളിൽ ഈ ഉടയിലെ വെള്ളം ചീറ്റിക്കുന്നതിനാണ് അവരുള്ളത്? അല്ലെങ്കിൽ ടിയർ ഗ്യാസ് ഓടിക്കുക, അടിച്ചിട്ട് ഓടിക്കുക. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പോകുന്ന വഴിയിലാണെങ്കിൽ പോയി കാണുന്നവനെ എല്ലാം എടുത്തിട്ട് ഈ ലാത്തി കൊണ്ട് അവനെയൊക്കെ വണ്ടി അടിച്ച് കീറുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെയാണോ അവരുടെ ജോലി? അല്ല. ഇത് ഒന്ന് തീരുമാനിക്കണം. സീബ്ര ലൈനിൽ വെച്ച് ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ അവിടെ വാഹനം ഇടിച്ച് മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്, കൊല്ലപ്പെടുകയാണത്, കൊലപാതകമാണ്. അതിന് കൊലപാതകത്തിന് കേസെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും
ഒരു ചെറിയ ഒരു മാർഗ്ഗമെങ്കിലും നമുക്ക് തുറന്നു കിട്ടുള്ളൂ. ഇപ്പോൾ ലൈറ്റുള്ള ഭാഗത്താണെങ്കിൽ റെഡ് ലൈറ്റ് കിടക്കുമ്പോൾ ഒരാൾ മുറിച്ച് കിടന്നു ആണെന്നിരിക്കട്ടെ, അതിന് റെക്കോർഡ് വരുമല്ലോ. അങ്ങനെയുള്ള സമയത്താണ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. എന്നാലും ഒരു മനുഷ്യനല്ലേ, അത് ക്രോസ് ചെയ്യുന്ന കണ്ടാൽ അങ്ങ് നിർത്തി കൊടുക്കണം വണ്ടി, അതാ വേണ്ടത്. വയ്യാത്ത ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഒട്ടും അവശരായ ആളുകളുണ്ട്. അവർ എത്ര നേരം കാത്തു നിന്നാണെന്നറിയാം ഈ സീബ്ര ലൈനിലൊന്ന് ക്രോസ് ചെയ്യാൻ പോലും കാത്തിരിക്കുകയാണ് ഇവിടെ. സീബ്ര ലൈനിൽ ഈ സിഗ്നൽ ഇല്ലാത്ത ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാത്തു നിൽക്കേണ്ട ആവശ്യം ആൾക്കില്ല. കാരണം കാൽനടക്കാരുടെ അവകാശമാണ് ആ ഭാഗം അത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് വാഹനം ഓടിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ട, അവരങ്ങ് നിർത്തി കൊടുക്കണം, നിർത്തിയേക്കണം. ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് കണ്ടാൽ വാഹനം നിർബന്ധമായിട്ട് നിർത്തിയിരിക്കണം. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് ഇവിടെ കേട്ടോ. കാരണം ഇതങ്ങോട്ട് കാണുമ്പോൾ സ്പീഡങ്ങ് കൂട്ടും, കാരണം അവൻ റോഡ് ഇതിലേ ഇറങ്ങരുത്. ഒരാളിങ്ങോട്ട് സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് തുടങ്ങുന്നു, വാഹനം ഭയങ്കര സ്പീഡിന് വരും, കൊണ്ടുപോകും. കാര്യം എന്താണെന്നറിയോ, ഇയാൾ ക്രോസ് ചെയ്ത് ഇനി വരരുത്, അതിന് മുമ്പേ ഇവനങ്ങ് കടന്നു പോകണം. ഇവൻ ആരെ കെട്ടിക്കാനായി കടന്നു പോകുന്നത് ഇങ്ങനെ? ഈ സ്പീഡിന് പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ ആർക്കും അങ്ങ് സമയമില്ലല്ലോ, എല്ലാം അങ്ങ് ധൃതിയല്ലേ. ഈ ധൃതി കൂട്ടി എത്ര നാൾ ധൃതി കൂട്ടും? ഇത് എന്തിനാണിത്? ഒന്ന് ചിന്തിക്കണം. ഈ ട്രാഫിക് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരണം. തോന്നിവാസം പോലെ ചെയ്യരുത്, വളരെ, അതായത് ഈ രീതിയിൽ പോരുത്. അതുപോലെ തന്നെ റോഡിൽ ഇറങ്ങിയാൽ സ്കൂട്ടറുകാർ, മോട്ടോർ സൈക്കിളുകാർ, അവർ നിവൃത്തി ഉണ്ടെങ്കിൽ നടുക്കൂടെയും വലത്തുവശത്തൂടെയൊക്കെ ഓടിക്കുള്ളൂ. ആ രീതിയാണ് ഇവിടെ. അവർക്കൊക്കെ യഥാർത്ഥത്തിൽ പ്രത്യേകം ലൈൻ ഉണ്ടാക്കി കൊടുക്കണം. ആ ഇടത്തെ അറ്റത്തെ ലൈനിന് ഉള്ള ഭാഗമെന്ന് പറയുന്നത് ഇതിനായിട്ട് റിസർവ് ചെയ്യണം. അവിടെ അവർക്ക് അവകാശമുള്ള ഒരു ഭാഗമായിട്ട് മാറ്റണം. ഈ വലത്തെ അറ്റത്തോട്ട് അവരെ മാറ്റരുത്. ഇതെന്താണെന്നറിയാം, ഇത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് റോഡിൽ കൂടെ ഇപ്പോൾ വണ്ടി ഓടിച്ചു പോകാൻ. അപകടകരമായ രീതിയിലാണ് ഈ 2 വീലേഴ്സ് കൊണ്ടുപോകുന്നത് എല്ലാവരും. അത് ഒന്ന് മാറ്റണം. ഒരു വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാണ്. കാരണം വില കൂടിയ കാറിനകത്തൊക്കെ നമ്മൾ അഥവാ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ തോന്നി ഇടത്തൂടെയും വലത്തൂടെയൊക്കെ കൂടെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് ഇടിച്ച് പറിച്ച് യവന്മാർ കൊണ്ടുവന്ന് നോക്കും ഏതെങ്കിലും വിധത്തിൽ. എൻ്റെ സൈഡ് മിറർ, എത്ര വലിയ വിലയുള്ള സൈഡ് മിററുള്ള വണ്ടികളാണ് എൻ്റെത്. അതിന് എത്ര പ്രാവശ്യം അതിൽ വന്ന് തട്ടിയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കുന്നതാണ്. ഈ ട്രാഫിക് സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. അത് വിദേശങ്ങളിലുള്ളവർക്കെല്ലാം ആ മര്യാദ ഉണ്ടല്ലോ, ഇവിടെ മാത്രം എന്താ ഇല്ലാത്തത്? അവിടെ ഒരു വയലേഷൻ പോലും ഞാൻ കണ്ടിട്ടില്ല, ട്രാഫിക്കിൻ്റെ ഒരൊറ്റ വയലേഷനും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഇവിടെ അത് മാത്രമേ കാണാനുള്ളൂ. എവിടെ നോക്കിയാലും ട്രാഫിക് വയലേഷൻ അതാണ് കാണുന്നത്. അത് അങ്ങനെ ആകരുത്. കാൽനടക്കാരുടെ സുരക്ഷ വലിയ കാര്യമാണ്. കാൽനടക്കാരെന്ന് പറയുന്നവരുണ്ടല്ലോ, അവർ നിവൃത്തിയില്ലാത്തവരൊന്നും അല്ല, അവർക്ക് ആ വാഹനമില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർക്ക് റോഡിൽ നടന്നു പോകാനുള്ള അവകാശമില്ലേ? അവർ റോഡിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് അവർക്കൊന്നും കുറുക്കെ കയറി പോകണം. അവർ സീബ്ര ലൈൻ നോക്കി നടക്കുമ്പോൾ അതിലൂടെ നടക്കുന്നവനെ വണ്ടി ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്താണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സംസ്കാരശൂന്യർ.